സവർണ ബിംബങ്ങളെ സിനിമയിൽ കാണിച്ചിട്ട് അത് ആ രീതിയിലേക്ക് ഒരു എന്താ പറയുക ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായി മാറുമെന്ന് രഞ്ജിത്തോ ഷാജി കൈലാസോ ഒന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ എല്ലാ മതത്തിലും ജാതിയിലും പെട്ടൊരു മലയാള സിനിമയെ നിയന്ത്രിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് സത്യനുണ്ടായിരുന്നപ്പോൾ സത്യൻ നാടാരാണ്, അദ്ദേഹം ഹിന്ദു അല്ല, അങ്ങനത്തെ ക്രിസ്ത്യൻ നാടാരാണ്. പ്രേം നസീർ ഉണ്ട്, അദ്ദേഹം മുസ്ലിമായിരുന്നു. മധു ഹിന്ദു ആയിരുന്നു, ഓഫ് കോഴ്സ്. തിക്കുറിശി ഹിന്ദു ആയിരുന്നു. അവരൊക്കെയാണ് ആദ്യകാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത്. ബഹദൂർ അടൂർ ബാസി ഹിന്ദു ആയിരുന്നപ്പോൾ ബഹദൂർ മുസ്ലിം. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസിങ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഇറ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, മമ്മൂട്ടിയും മോഹൻലാലും ഒരാൾ മുസ്ലിം ഒരാൾ ഹിന്ദു. ഇതിന് ശേഷം ഉണ്ടായിരുന്ന, ഞാനതാണ് നേരത്തെ പറഞ്ഞ ഈ തമ്പുരാൻ സിനിമകൾ മലയാളത്തിൽ വന്നതിന് ശേഷവും നോർത്തിൽ ഈ പറയുന്ന ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഹിന്ദുത്വയുടെ അജണ്ട, പ്രത്യേകിച്ച് ബാബറി മസ്ജിദിൻ്റെ ധ്വംസനത്തിന് ശേഷമുണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് സിനിമയുടെ അകത്തല്ല, സിനിമയ്ക്ക് പുറത്ത് സിനിമ കാണുന്നവരുടെ ഇടയിൽ ഈ വല്ലാത്ത വേർതിരിവുണ്ടായെന്നുള്ളതാണ്. അത് അറിഞ്ഞോ അറിയാതെ, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ, അവരൊന്നും അറിഞ്ഞിട്ട് ചെയ്തതല്ല, നമുക്കറിയാം, നന്നായിട്ട് അറിയാം എനിക്ക്. പ്രത്യേകിച്ച് രഞ്ജിത്തൊക്കെ ആ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ രഞ്ജിത്തിൻ്റെ മനസ്സിൽ പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായില്ല, ഈ സവർണ ബിംബങ്ങളെ സിനിമയിൽ കാണിച്ചിട്ട് അത് ആ രീതിയിലേക്ക് ഒരു എന്താ പറയുക ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായി മാറുമെന്ന് രഞ്ജിത്തോ ഷാജി കൈലാസോ ഒന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം രഞ്ജിത്തിനൊക്കെ എനിക്ക് അത്ര നന്നായിട്ട് അടുത്തറിയാവുന്നതാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാനും റസാഖും രഞ്ജിത്തും കൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും രഞ്ജിത്തിന് അത് അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷേ എന്തോ പിൽക്കാലത്ത് അങ്ങനെ സവർണ ബിംബങ്ങളാക്കി മാറ്റിയത് മനഃപൂർവ്വമാണ്, അത് ഒരു കോക്കസിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ അവരിതാകുകയും, ഇപ്പുറത്ത് ഇപ്പോൾ കണ്ടില്ല അടുത്ത കാലത്ത് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ മട്ടാഞ്ചേരി മാഫിയ അതിൻ്റെ വക്താക്കളെന്ന് ഇവർ പറയുന്ന ആൾക്കാർ അത് കേൾക്കുമ്പോൾ ചിരിക്കും. കാരണം അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല എന്നുള്ളത് എനിക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ അത് സിനിമയിൽ അങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അല്ലാതെ മലയാള സിനിമയെ സംബന്ധിച്ചോളം ഒരു കാലത്തും അങ്ങനെ ജാതിയുടെ മതത്തിൻ്റെ പേരിലൊരു വേർതിരിക്കുന്ന ഒരവസ്ഥ ഞങ്ങളെപ്പോലുള്ളവർ ഒന്നും ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല, തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിനിമയുടെ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇനി നാളെ ഉണ്ടായി വരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല.